മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ ദുരിത ജീവിതം നയിച്ച് തിരുവനന്തപുരം ചാലക്കടുത്തുള്ള സഭാവതി സ്ട്രീറ്റിലെ കുടുംബങ്ങൾ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിലാണ്. രാത്രിയുടെ മറവിൽ ചിലർ മാലിന്യം തള്ളുന്നത് അപകട ഭീഷണി ഉയർത്തി നിലം പൊത്താറായി കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 3 വർഷമായി ഇവരുടെ ഗതി ഇതാണ്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിലൂടെ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥ. പകർച്ചവ്യാധി ഭീഷണിയും തെരുവുനായ ശല്യവും ദുരിതം ഇരട്ടിയാക്കുന്നു. നമുക്ക് വഴി നടക്കാനും പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സ്വന്തം വീട്ടുകാരാണ്. നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ച ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് വാങ്ങിച്ച ആൾക്കാരാണ്. കൊച്ചു കുട്ടികളും ഇത്രയും എല്ലാം വെച്ചിരിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പല അസുഖങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിറച്ച് കൊതു. 3 കൊല്ലം മുമ്പ് വരെ സഭാവതി സ്ട്രീറ്റിൽ നിന്നും പുറത്തേക്കുള്ള വഴിയായിരുന്നു ഇത്. ഈ വഴിയുടെ ഇന്നത്തെ അവസ്ഥ കൂടി കാണുക. മുപ്പത് കൊല്ലം മുമ്പ് പൂട്ടിയ കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങിയതോടെയാണ് ഈ വഴി അടച്ചത്. ഇതിൻ്റെ ഒരു കട്ട വീണ ഞങ്ങളെ വീടിൻ്റെ പകുതിയും പോയി. അപ്പോൾ രാത്രി എല്ലാവരും വയസ്സായ ആൾക്കാരാണ്, 60 വയസ്സായ ആൾക്കാരൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യും? അറവ് മാലിന്യങ്ങളടക്കം തള്ളാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പിരിവിട്ട് CCTV സ്ഥാപിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. ഏത് നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടം എപ്പോഴാണ് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുക എന്ന ഭയത്തിലാണ് ഇവർ കഴിയുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അഷിൻ ദിയാഗോയുണ്ട് സഭാവതി സ്ട്രീറ്റിൽ തത്സമയം നമുക്കൊപ്പം. അഷിൻ, ഗുഡ് ഈവനിങ്. അവിടെയുള്ള ആളുകളോട് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാവില്ല. കാരണം ദുരിതപൂർവമാണ് അവരുടെ ജീവിതം. ഒന്ന്, മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ്. രണ്ടാമത്, ആ കെട്ടിടം വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇത് ആരുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ്? എന്തുകൊണ്ടാണ് നഗരസഭ ഇതിനെ കാര്യമായ രീതിയിൽ ഗൗനിക്കാത്തത്? ബിനിൽ, ഇത് തിരുവനന്തപുരം ചാലക്കകത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് സഭാവതി സ്ട്രീറ്റ്. ഇവിടെ ഏതാണ്ട് 30ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവർ കഴിഞ്ഞ 3 വർഷമായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണിത്. കാരണം ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ ഒരു മാലിന്യ കൂമ്പാരം. ഈ മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ് ഇവരുടെ 3 വർഷമായി ഇവരുടെ ഒരു ജീവിതം. ഇതൊരു ദുരിത കാഴ്ചയാണ്. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അതിഭയാനകമായിട്ടുള്ള സ്മെല്ലാണ്. ഇവിടെ നിൽക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയാണ്. മാത്രമല്ല ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇടിഞ്ഞ് വീഴാറായ പല കെട്ടിടങ്ങൾ. ഈ കെട്ടിടം എന്ന് പറയുന്നത് പഴയ ഗാന്ധി ഹോട്ടലാണ്. ഈ ഹോട്ടൽ 30 വർഷം മുമ്പ് കേസിൽ ആയി പിന്നീട് ഇത് പൂട്ടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ അവസ്ഥയിൽ തന്നെയാണ് ഈ കെട്ടിടം. ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഓരോ മഴയത്തും ഇതിൻ്റെ പല ഭാഗങ്ങളൊക്കെയായി അടർന്ന് വീണ് ഇവിടുത്തെ ആളുകളുടെ ദേഹത്തേക്ക് വീഴുന്നത് ഒരു പതിവ് സംഭവമായി മാറിയതോടെയാണ് ഈ വഴി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴി ഇവർ കെട്ടിയടച്ചത്. കാരണം ഇവിടുത്തെ ആൽമരമടക്കം ശക്തമായ മഴയിൽ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. 3 വർഷം മുമ്പാണ് അത് സംഭവിക്കുന്നത്. പിന്നീട് ഇതുവഴി കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയായതുകൊണ്ടാണ് ഇത് അടയ്ക്കുന്നത്. കാരണം ആരുടെ ദേഹത്ത് ഇത്തരത്തിൽ വീഴാതിരിക്കാൻ നാട്ടുകാരും കൗൺസിലറും അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വഴി അടയ്ക്കുന്നത്. ഈ വഴി അടച്ചതിന് ശേഷം 3 വർഷം കൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ മാലിന്യ മലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മറുവശവും ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രധാന വഴികളിൽ ഒന്നായിരുന്നു ഇത് കെട്ടിയടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി മാത്രമാണുള്ളത്. ആ വഴിയിൽ പലയിടത്തും മനുഷ്യ വിസർജനമടക്കം കൊണ്ടിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ആളുകളോട് തന്നെ നമുക്ക് ഇവരുടെ ഈ ഒരു ദുരിതത്തെക്കുറിച്ച് ചോദിച്ചറിയാം. എത്ര കാലമായി ഇങ്ങനെ ചവറിടാൻ തുടങ്ങിയിട്ട്? എന്തുകൊണ്ട് നഗരസഭ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല? ഇത് 3 വർഷമായിട്ട് ഇത് അടച്ചിട്ടേക്കാണ്. അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചവർ എടുത്ത് മാറ്റിയാൽ അവർക്ക് തിരിച്ച് കൊണ്ടിടാനായിട്ടൊരു സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അധികാരികൾ പറയുന്നത് ഇത് കൊണ്ടിടാനായിട്ട് അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് മാറ്റിത്തരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മഴയിലും ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് അത് ഇടിഞ്ഞിടിഞ്ഞ് വീഴുകയാണ്. ഇടിഞ്ഞ് വീഴുമ്പോൾ ഞങ്ങളുടെ ബാക്കിലുള്ള വീടിനാണ് അത് ബാധിക്കുന്നത്. ഇത് വലിയൊരു കെട്ടിടമാണ്. ഇത് കേസിൽ നടക്കുന്നതായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് അടച്ചതിന് ശേഷമാണ് ഇത്രയും പ്രശ്നമായത്. ഈ വേസ്റ്റ് ഇടാൻ തുടങ്ങിയതും ഇത്രയും പ്രശ്നമായതും ഇത് നനഞ്ഞ് ഫുൾ റെഡിയായിരിപ്പുണ്ട്. ഈ കഴിഞ്ഞ മഴയിൽ ഞങ്ങൾക്ക് ബാക്കിലിരിക്കുമ്പോൾ നല്ല വൃത്തി സൗണ്ട് കേൾക്കാൻ പറ്റും ഇത് ഇടിഞ്ഞ് വീഴുന്നതായിട്ട്. എന്തെങ്കിലും ഒരു ജലൽപ്പാളി എങ്ങാനും ഞങ്ങളുടെ ആ സൈഡിലോട്ട് വീണ് കഴിഞ്ഞാൽ ആ സൈഡിലിരിക്കുന്ന എല്ലാ വീടുകളും തകരുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം.
ചേച്ചി ഇവിടെ ഇപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? പട്ടികളുടെ ശല്യമൊക്കെ ഉണ്ട്, എങ്ങനെയാണ്? പട്ടികളെ ശല്യമുണ്ട്. നടന്നു വരുമ്പോൾ മൂത്രം ഒഴിച്ച് അത് കെട്ടിക്കിടന്ന് അതിൻ്റെ പുറത്തൂടെയാണ് ഞങ്ങൾ നടന്നു വരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊതുക് കടിക്കുന്നതും ഇത് ഭയങ്കര ശല്യമായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതുവഴി നടക്കാനായിട്ട്. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. എനിക്കിന് വഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട് ഇതിന്റെ പുറകിലാണോ, എങ്ങനെയാണ്? വീട് ഇതിന്റെ പുറകിലാണ് നിങ്ങളുടെ ഷീറ്റ് ഇട്ട വീടാണ്. ഇതിൻ്റെ പുറകിലാണ് ഞങ്ങളെ വീട്. അപ്പോൾ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ജനൽ വന്ന് വീണാൽ ഞങ്ങളെ വീടെല്ലാം കൂടെ പൊടിഞ്ഞു വരും. ഇത്രയും പൊക്കത്തിലുള്ള ഇതിന്ന് ഒടിഞ്ഞു വീഴുന്ന ഞങ്ങളെ വീടെല്ലാം ഇടിയും. അതുകൊണ്ട് 7 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുഞ്ഞു കുട്ടികളടക്കം കളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. മോനേടാ, ഇവിടെ എങ്ങനെയാണ്? കൊതുക് ശല്യം ഉണ്ടോ? ഇവിടെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഇവിടെ കളിക്കാൻ ആ വഴി കൂടെ പോകാനൊന്നും പറ്റില്ല. രാത്രിയൊക്കെ ഭയങ്കര കൊതുക് കടിയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ മഴ പെയ്ത് അവിടെ പോകാനും പേടിയായിട്ടാണ് പോകുന്നത്. ആ മരങ്ങളൊക്കെ തൂങ്ങി നിൽക്കുകയും പിന്നെ മതിലും ഒക്കെ കിടക്കും. ഇവിടെ കൊതുക് ശല്യമായതുകൊണ്ട് എപ്പോഴും രാത്രി എൻ്റെ അനിയന് കൊതുകൊക്കെ കടിക്കുക. അതിനുകൊണ്ട് ഇന്നലെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അത് കൊതുക് ശല്യം ഭയങ്കരമായിട്ടിരിക്കണം. ഇവിടെ പട്ടികളൊക്കെ ഉണ്ടോ? പേടിയുണ്ട് ഇതുവഴി നടക്കാൻ? പേടിയുണ്ട് ഇവിടെ നടക്കാൻ. എപ്പോൾ വേണമെങ്കിലും അത് വന്ന് വീഴും. നല്ല പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെളിയിലൊന്നും അധികം ഇറങ്ങാറില്ല. പേടിയാണോ ഇതുവഴി പോകാൻ? ബിനിൽ, ഇതാണ് ഇവിടുത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം പറയാനുള്ളത്. കാരണം ഈ ഒരു 2 കാര്യങ്ങൾ, ഒന്ന് ഈ ഒരു മാലിന്യ നീക്കം, ഇവിടെ ഈ കൂമ്പാരമായി കിടക്കുന്ന മാലിന്യങ്ങൾ ഇവർക്കൊന്ന് മാറ്റിത്തരണം. രണ്ടാമത്തെ കാര്യം, ഈ വർഷങ്ങളായി പൂട്ടി കിടക്കുന്ന ഈ ഒരു ഗാന്ധി ഹോട്ടൽ, ഇതിൻ്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒന്നുകിൽ ഇത് പൊളിച്ച് മാറ്റണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തരണം. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ അടുക്കിനടുക്കിനാണ് വീടുകളൊക്കെ ഉള്ളത്. ഇതിന് പുറകുവശത്തും അങ്ങനെ തന്നെയാണ്. നിരവധി വീടുകൾ ചേർന്നിരിക്കുന്നതാണ്, മതിലില്ല. പകരം വീടുകൾ ചേർന്ന് അങ്ങനെ ഒരു വലിയൊരു കൂട്ടം മതിലില്ലാതെ വീടുകൾ ഇങ്ങനെ അടുക്കിനിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുന്ന് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പല ഭാഗങ്ങളും ഇതിനോടകം തന്നെ അടർന്നു വീണ പല ഭാഗങ്ങൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. ഇത് ഈ താഴേക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്കും ഒക്കെയാണ് പതിക്കുന്നത്. ഈ കെട്ടിടത്തിനകത്തും മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. അതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഇതിൽ ഒരു അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം കുട്ടികളടക്കം നടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെ തിരുവനായ ശല്യമുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ട്. നേരത്തെ നമ്മളോട് പ്രതികരിച്ച വീട്ടമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അസഹ്യമായിട്ടുള്ള സ്മെല്ലും ഒക്കെയുണ്ട്. ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായി ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. ബിനിൽ, ഒരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. വലിയ ദുരിതത്തിൽ തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് ആ പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിൽ. ആ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം കാരണം അത് അപകട ഭീഷണിയിലാണ് എന്ന് വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിലൂടെ തന്നെ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപവും ഇവിടെ നടക്കുന്നുണ്ട്. അഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരം ചാലയ്ക്കടുത്തുള്ള സഭാവതി സ്ട്രീറ്റിലെ കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ നേർചിത്രം അധികൃതരുടെ മുന്നിലേക്ക്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത്. അടിയന്തരമായി നഗരസഭ ഇടപെടണം. മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഉൾപ്പെടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അത്യാവശ്യമായി വേണം.